അമ്പലത്തിൽ നടന്ന വിവാഹത്തിൽ പെണ്ണ് മാറി. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ 300ഓളം വിവാഹങ്ങൾ നടന്നതിനിടയിൽ മേലേടത്തെ PKR മേനോന്റെ മകൾ രാധികയുടെ കഴുത്തിൽ ചൂരക്കാട്ടെ വീട്ടിൽ പാർവതി അമ്മയുടെ മകൻ കണ്ണൻ ചാടിക്കേറി താലി കെട്ടിയത് വിവാദമായി. രാധികയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വരൻ KK രാഗേഷ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും താലി കെട്ടിയ കണ്ണൻ PWD ഓഫീസ് പ്യൂണുമാണ്. കേട്ടില്ലേ? പ്യൂണ്. ഒന്ന് പോടോർന്ന്. തന്റെ ഒരു ബില്ല് ആനക്കാര്യത്തിനടക്ക ചേനക്കാര്യം. എന്നാലും കഷ്ടമായി പോയി. എന്ത് കഷ്ടമായിന്ന്? ബമ്പർ അടിച്ചിരിക്കല്ലേ കണ്ണൻ? അതല്ലോ പറഞ്ഞത്. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആ ആലപ്പുഴയിലെ മിമിക്രി പ്രോഗ്രാമിന് പോയത് തന്നെ അബദ്ധമായി പോയി. കാശും കിട്ടിയില്ല. ഇങ്ങനെ ഒരു സീൻ കാശ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റുമോ? സാർ കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുക. അതൊരു പണി കുറച്ചേരം എഴുന്നേറ്റ് നിൽക്ക്. അല്ല, ആരൊക്കെ ഇവിടുന്ന് കല്യാണ പരിപാടിക്ക് പോയത്? പോയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അടുക്കാൻ കഴിയണ്ടേ? തിക്കി തിരക്കി അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ വഴക്കാ. എന്നാലും കണ്ണന്റെ പെണ്ണിനെ കണ്ടുട്ടോ. ആഹാ, എങ്ങനെയുണ്ട്? മോഹൻലാലോ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ല മാച്ചാ. അപ്പൊ എനിക്കും മാച്ചായിരിക്കും. ഈ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞ പോലെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എടാ മോഹൻലാൽ, എന്തിനാ സൂതകുമാരാ നീ വെള്ളവർക്കുന്നത്? നാമക്കൊരങ്ങൻ. ഒരുമാതിരി വർത്താനം പറഞ്ഞല്ലോ. എന്താ എനിക്ക് പെണ്ണിട്ടഞ്ഞിട്ടാണോ? എടോ, താൻ ആ പാവത്തിനെ കുരുതി കൊടുത്തില്ലടോ. സാറേ, കൗണ്ടറിലോട്ട് എന്ന് രാമകൃഷ്ണൻ കണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്താടോ ഒരു ചൊറിച്ചില്? ചൊറിച്ചിലല്ല, പറച്ചില്. വലിയ കാരണവരെ പോലെ പെണ്ണ് കാണലും കല്യാണം നടത്തിക്കലും എന്തായിരുന്നു ഒരു വിലസില്. അവസാനം എല്ലാം കൂടെ കളിക്കൊണ്ട് കൈ കൊടുത്തില്ലേ? കളിക്കാൽ എന്താ തിമിങ്ങല വല്ലേ പൊന്തിയത്? ഇപ്പോഴാ കണ്ണൻ ഒരു ഗ്രിപ്പായത്. 50 പവൻ, ബാങ്കിലൊരു ഉദ്യോഗം, ലക്ഷക്കണക്കിന് സ്വത്ത്. കച്ചറപ്പെണ്ണല്ല, താഴിക കുടം പോലൊരു പെണ്ണ്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടയാ കിട്ടിയത്, ഉണ്ട. എന്തൊക്കെയായാലും കണ്ണന്റെ കൂടെ അവള് നിൽക്കൂല, ഉറപ്പാ. അവള് എന്നാലും എന്റെ സാറേ, ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. എന്താ ദേ സുലോനമ്മേ, ഈ കഴുത്തി കിടക്കുന്നത് ആണുങ്ങളിട്ട ഊരാ കൊടുക്ക. അനങ്ങില്ല, അവിടെ നിൽക്കും. ചിലതുങ്ങൾ പിടയ്ക്കും, ചിലതുങ്ങൾ അമറും. പിടുത്തം മുറുകിയിട്ടുണ്ടെങ്കിൽ അനങ്ങില്ല സുലോനെ, അല്ലേ? ഓ ചില പെണ്ണുങ്ങളെ കുടുക്കിട്ട ആണുങ്ങളെ വലിച്ചോണ്ട് ഓടും. മൂക്കും കുത്തി വീഴുമ്പോഴറിയാം പെണ്ണുങ്ങളുടെ മിടുക്ക്. ഈ വിഡ്ഢിയാൻ താലി കെട്ടിയെന്ന് വെച്ചിട്ട് അവൾ അതിനേക്കാൾ വലിയ വിഡ്ഢി. ഇതിന് സമ്മതിച്ചല്ലോ. മതി, ടൈപ്പ് ടൈപ്പ്. ആഹാ, ഇതാര്? പുതുമണവാളം വന്നല്ലോ. വാ വാ വാ, ഇരിക്ക്, ചോദിക്കട്ടെ. എന്താ കണ്ണ ലീവായിട്ട് ഓഫീസിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നോ വേക്കൻസി അല്ലേ കണ്ണ? എനിക്ക് വരാൻ പറ്റിയില്ല. എങ്ങനെയാ കണ്ണ മാറിയത്? മാറിപ്പോയെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മനഃപൂർവ്വം പ്ലാനിട്ടതാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നാട്ടുകാരെ കബളിപ്പിച്ച് ഞങ്ങൾ ഒന്നായി. എന്താ വല്ലതും ചെയ്യാനുണ്ടോ? എവിടെ അവൻ? കണ്ണാ, നീ എപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ. എന്താ അമ്മ ഇത്? എന്താ? അപ്പൊ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ നാട്ടുകാർക്കാ. കോഴിക്കോട് നിന്ന് ഇതുവരെ ആളുകളുടെ ചൂടുള്ള ചർച്ച കേട്ടിട്ട് വരിക ഞാൻ. ചൂരക്കാട്ടെ പാർവതി അമ്മയുടെ മകൻ എല്ലാവരും അടക്കം പറഞ്ഞ കേട്ടപ്പോ എന്റെ ചങ്ക് കലങ്ങി. ഇനി ഇവന് വല്ലതും സംഭവിച്ചോന്ന്. പിന്നീടല്ലേ കാര്യം അറിയുന്നത്. പറയാൻ പറ്റുമോ കഥാപുരുഷൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന്? ഇവനിത് എന്ത് പറ്റിയമ്മേ? നിന്റെ കൂട്ടുകാരനല്ലേ, ചോദിച്ചു നോക്ക്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ ആറ്റുനോട്ടിരുന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നത്. ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് പോവായിരുന്നത്. എന്താ മോനെ, കിട്ടില്ലേ? 50 ആളുടെ വേക്കൻസിക്ക് പൂരത്തിന്റെ തിരക്കാ. കല്യാണത്തിന് നീ പോയില്ലല്ലോ, അവിടെയും തിരക്കായിരുന്നു. അതുകൊണ്ടാത്രേ. മതി മോന്റെ വിശേഷം. തിരക്കാന്ന് വെച്ച് പെണ്ണ് മാറുക. ഇവൻ പെണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്നാലും എല്ലാം അറിയാവുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ കൂടെ. ഇവൻ കാണിക്കുന്ന ഏടാകുടത്തിന് ഗോവിന്ദനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യമായിട്ട് അവിടെ ചെന്നിരുന്ന് കഴിച്ചൂടെ? എന്താ ഇത്ര ധൃതി?
ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാണെന്ന്. എവിടെ പുതുമണവാളൻ? അവൻ ഓഫീസിൽ പോയി. ഇന്നും ഓഫീസിൽ പോയോ? അപ്പൊ മരുമോളെ എവിടെ? അവൾ അവിടെ വീട് വരെ പോയിരിക്കുക. എന്താ അമ്മ ഇത്? ഒന്ന് തെളിച്ച് പറ. ഹരി, നീ അവളെ കണ്ടില്ലല്ലോ. എന്ത് ഐശ്വര്യാണെന്നോ കാണാൻ. അതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് പോയത്. പാവം പെണ്ണ്, നല്ല തറവാട്ടുകാരാ. തറവാട്ടുകാരാന്ന് പറഞ്ഞിരുന്നോ? രാമനായർ വരുന്നുണ്ട് വെട്ടുകത്തിയായിട്ട് തറവാട് വെട്ടിപ്പൊളിക്കാൻ. അത് ഓർക്കുമ്പോഴാ. ഓർക്കണ്ട, എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ മോൻ ഇതുവരെ നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? ഒക്കെ നേരെയാവുമായിരിക്കും. നേരെയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാം. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. ഇവിടെ ഇവിടെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് സമര. എന്നാ സമരം ചെയ്യാൻ പോവായിരുന്നില്ലേ? പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോവാ. എന്താ പെൺകുട്ടികൾ സമരം ചെയ്യാൻ പോയാൽ? സമരം മുഴുവൻ സൂക്ഷിച്ചു വെച്ചേക്കാവും ഭർത്താവ് വരുമ്പോ പ്രയോഗിക്കാൻ. ഒന്ന് പോടുന്നു. എന്താ ഇന്റർവ്യൂ? കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഓർഡർ നാളെ ഉച്ച കഴിഞ്ഞ് കൊടുത്തയക്കും. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ അതന്നെ നട്ടം തിരിഞ്ഞിരിക്കുക. എന്താ വേണ്ടേ? അത് പിന്നെ ഇതൊന്ന് പാക്ക് ചെയ്തേക്കും. ശരി. ഇതെനിക്കും ഒരു ഡസൻ വേണം. ഇതിനെന്താ വില? 22 രൂപ. എനിക്കും വേണം. ക്യൂടെക്സ്. രാധികേ, രാധികേ, അമ്മേ, രാധിക എവിടെ? അവളുടെ അച്ഛൻ വന്നിരുന്നു. കൂടെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നി. 2 ദിവസം അവളോട് നിക്കട്ടു മോനെ. നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ? ഇതൊക്കെ വാങ്ങാൻ ചേട്ടൻ ആരാ പറഞ്ഞത്? ഇതുപോലെ തെരഞ്ഞെടുത്ത് വാങ്ങാനുള്ള കലാബോധം ചേട്ടനില്ലെന്ന് എനിക്കറിയാം. നീ അത് അവിടെ വയ്ക്കുന്നുണ്ടോ? ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ. കഷ്ടമായിപ്പോയി. നിന്നോട് അത് അവിടെ വയ്ക്കാനാ പറഞ്ഞത്. എന്താ ഞാനിട്ട ശരിയാവില്ലേ? ശരിയാവില്ല. എന്താ ഇത്? നോക്കമ്മേ, എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നെന്ന്. ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് വാങ്ങി തരികേ. ആ മോന്ത കണ്ടാലും മതി. കുഴപ്പമുള്ളത് ആരുടെ മോന്തയ്ക്കാന്ന് ഏടത്തി ഇറങ്ങിപ്പോയപ്പോ മനസ്സിലായി. നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. അയ്യേ, എന്താ കണ്ണായത്? അവൾ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞെന്ന് വെച്ച് രാധിക 2 ദിവസം ഞാൻ തിരിച്ചെത്തില്ലേ? കമലൂര് ജൂഹിക്കവളയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടാതിരി. നിർത്തടാ. 10 ചപ്പാത്തി പരത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരും വന്നിരിക്കുന്നു. ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ ഓർക്കും മനുഷ്യ. ഹരിയോ? ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ആഹാ, ഹരിയോ? ഗോപിയേട്ടന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇരിക്കും, ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാര കാണാൻ വന്നൊന്നുമല്ല. ആദ്യം തന്നെ അതൊന്നും നോക്കി കണ്ണും ചെക്കും കേക്കട്ടെ. അയ്യേ, ന്യൂസായി. ഗോപിയേട്ടാ, ഒന്ന് TV ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്യടി. നീ ഇരിക്കെ. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദേട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ? തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ. തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അല്ല, ഇതിപ്പോ അതവളുടെ അസൂയ കൊണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ.
കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ 100 വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ, കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. എന്നാ അവന്റെ കൂടെ പൊടി. കല്യാണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം. അല്ല പിന്നെ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. ഇപ്പോഴും പാലക്കാടൻ പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10 മാറ്റുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രോ? ഒന്ന് നിർത്തോ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, 10 പവൻ മാത്രാ? പിന്നെന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നില്ല. ഓണങ്കേറാമുനയില് 10 സെന്റ് ഭൂമി. അവിടെ നിന്റെ ശവാടൊക്കെ നടക്കും. അയ്യോ, ഹരി എന്നെ കൊന്നിട്ടാ, എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, ആ 10 സെന്റ് ഇവിടെ എന്താ ഈ കാണിക്കുന്നത്? കഷണമാക്കി വെട്ടി നുറുക്കി നീ എന്തോടെ പറഞ്ഞു? ഇതോടെ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് എന്നെ ഓർത്തെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പൊയ്ക്കോ. പോയിക്കോട്ടെ ചേച്ചി. പോയി ചപ്പാത്തി പറ്റും മനുഷ്യ. ആ. കറി ഉണ്ടാക്കി വെക്ക്. ആ. ടിവിയിൽ കയറി തുടങ്ങാൻ സമയം എനിക്ക് കാണണം. ഇവളിങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ. വേണ്ട, അവൻ എന്റെ അടുത്ത് ഇരുന്നോട്ടെ. ശബ്ദം ഉണ്ടാക്കരുത്. ആ. എന്നെ തൊടണ്ട. പാലക്കാട്ടുകാരൻ പലചരക്ക് വെച്ചോടക്കാരനെ പോയി തൊട്. അങ്ങനെ പറയല്ലേ ചേട്ടാ. കമലാക്ഷി. ആ കമലു. ആ കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നിറം, രാത്രി വേറൊരു നിറം. അയ്യോ, അതെന്താ വിഷമോ? ആ ആ, ആ, അത് ശരി. മകളെ മോനെ, വാ. മോനെ കരയല്ലേ? വാ, 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 മോൻ വാ, വാ. മോളെ. രാധി എവിടെ? രാധിക ബാങ്കിൽ പോയി. എന്താ അവളുടെ പ്ലാൻ? എന്താന്ന് വെച്ചാൽ നമ്മളല്ലേ തീരുമാനിക്കുക. അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൾ ആകെ അപ്സെറ്റാ. നീ പിന്നെ ചേട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. അമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് അറിയുന്നത്. ആ കുറവ് ഇതുവരെ തോന്നാതിരുന്ന എന്താ? അതറിയിക്കാതെ നിങ്ങളെ വളർത്തിയതുകൊണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. എല്ലാരും അറിഞ്ഞിരിക്കുന്നു പുതിയ മരുമകന്റെ യോഗ്യത. ആളുകൾക്ക് എന്താ മോനെ നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? അവൾക്ക് എത്ര ആലോചനകൾ വന്നതാ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഓരോരുത്തർക്കും ഓരോ കുറ്റം കണ്ടെത്തിയില്ലേ. എന്നിട്ടിപ്പോ 10ാം ക്ലാസ്സുകാരൻ, സർക്കാർ ഓഫീസിലെ പ്യൂൺ. നമ്മൾ വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന്? അവളുടെ മനസ്സ് കാണാൻ അച്ഛന് കഴിഞ്ഞില്ല. അതാണ് ശരി. അച്ഛൻ നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മളൊക്കെ നിമിത്തം മാത്രമാണ്. നിശ്ചയം അവിടുത്തെയാ. ഇത് വെറും അന്ധവിശ്വാസമാ. ഒരു ഭ്രാന്തൻ ഓടി വന്ന് താലി കെട്ടിയെന്ന് പറഞ്ഞ് അവന്റെ കൂടെ പെണ്ണിനെ ഇറക്കി വിടുന്നത് ദൈവനിശ്ചയമാ? അല്ലെങ്കിൽ പിന്നെ 360 കല്യാണം നടന്നേ നമ്മുടെ രാധയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കാൻ? എല്ലാറ്റിനും അച്ഛന് ന്യായീകരണമുണ്ട്. പക്ഷെ അവളുടെ ജീവിതം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഭ്രാന്ത് വന്നു വിചാരിക്കുക, ബന്ധം ഏർപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? അത് വിധിയാണെന്ന് കരുതും. ആരുടെ വിധി? ഈശ്വരന്റെ വിധി. ആ വിധി തന്നെയാണ് ഇതും. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതരുത്. അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടത്? രാധികയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവൾക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. മാധവൻകുട്ടി, രാധിക ബാങ്കിൽ പോയിരിക്കുക. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ.
ഉം. അച്ഛാ, രാധയ്ക്ക് വിരോധമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതാണ് വിരുന്നിന്. അച്ഛനിതൊന്നും അറിയാഞ്ഞിട്ടല്ല. എന്തായാലും അവളെ അന്വേഷിച്ചു വരാൻ നിനക്ക് തോന്നിയല്ലോ. എനിക്ക് രാധയെ വലിയ ഇഷ്ട. രാധയ്ക്കോ? രാധയ്ക്ക് നീ വിഷമിക്കാതിരി. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചപ്പോ അവൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളല്ലേ, താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല.